ചൂരക്കുളത്തെ കൊല്ലപ്പെട്ട ബാലികയുടെ പിതാവിനെയും കുടുംബത്തെയും കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിളിൽ അടക്കമുള്ള ജില്ലാ ഭാരവാഹികൾ സന്ദർശിച്ചു. കുറ്റാരോപിതന്റെ ബന്ധുവിന്റെ ഭാഗത്തു നിന്നും പെൺകുട്ടിയുടെ പിതാവിന് നേരെ ആക്രമണമുണ്ടായ സാഹചര്യത്തിൽ കുടുംബത്തിനാവശ്യമായ സുരക്ഷ ഒരുക്കുവാൻ സർക്കാർ തയ്യാറാകണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. വണ്ടിപ്പെരിയാർ ചൂരക്കുളത്ത് കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിന് നീതി ലഭിക്കണമെന്ന ആവശ്യവുമായും കുടുംബത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കുടുംബത്തിനാവശ്യമായ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന ആവശ്യം ഉന്നയിച്ചുമാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ അടക്കമുള്ള ജില്ലാ ഭാരവാഹികൾ പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത്. കുമ്മളിയിലെ വ്യാപാരി കൂടിയായ പെൺകുട്ടിയുടെ പിതാവിനെ കഴിഞ്ഞ ദിവസമാണ് വണ്ടിപ്പെരിയാറിൽ വച്ച് കേസിൽ വിട്ടയക്കപ്പെട്ട പ്രതിയുടെ ബന്ധു കുത്തി പരിക്കേൽപ്പിച്ചത്. കൊലപാതക കേസിൽ യുവാവിനെ കോടതി വെറുതെ വിട്ടതോടെ കുട്ടിയുടെ പിതാവിനും ബന്ധുക്കൾക്കും നിരന്തരം ഭീഷണി നേരിടേണ്ടി വരുന്നതായി. കുട്ടിയുടെ പിതാവിനും കുടുംബത്തിനും ആവശ്യമായ സുരക്ഷയൊരുക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും നിലവിലുള്ള പ്രോസിക്യൂട്ടറെ മാറ്റിക്കൊണ്ട് സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന സ്വാധീനങ്ങൾക്ക് വഴങ്ങാത്ത ഒരു പ്രോസിക്യൂട്ടറെ സർക്കാർ നിയമിക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ ആവശ്യപ്പെട്ടു. മകളുടെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി കുറ്റവിമുക്തനാക്കപ്പെട്ട് നിമിഷങ്ങൾക്കുള്ളിലാണ് ഈ ആക്രമണം എന്നത് ഈ സംഭവത്തിൻ്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അപ്പീലിന് പോകുന്നുണ്ട്. കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് നീതി ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ, നീതി എന്ന് പറയുന്നത് പൗരൻ്റെ മൗലിക അവകാശമാണ്. ആ നീതി ലഭ്യമാക്കാൻ ഭരിക്കുന്ന ഗവൺമെൻറ്റിന് ഉത്തരവാദിത്വമുണ്ട് എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ അഭിപ്രായം. തീർച്ചയായിട്ടും നീതി കിട്ടുന്നതിനാവശ്യമായ ബാഹ്യമായ കാര്യങ്ങളിൽ സഹായിക്കുകയും അതിനോടൊപ്പം ഏകോപന സമിതി ഇടുക്കി ജില്ലാ കമ്മിറ്റി ഉണ്ട് എന്ന് പറയുന്നതിലും ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കേസ് കൂടുതൽ കാര്യക്ഷമമായി അന്വേഷിച്ച കുറ്റവാളിക്കെതിരെ കർശന നടപടിയുണ്ടാകണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. ജില്ലാ പ്രസിഡന്റിനൊപ്പം ജില്ലാ വൈസ് പ്രസിഡന്റ് ഷിബു എം തോമസ്, കുമ്മളി യൂണിറ്റ് പ്രസിഡന്റ് മജോ കാരിമുട്ടം, വണ്ടിപ്പെരിയാർ യൂണിറ്റ് പ്രസിഡന്റ് എസ് അൻപുരാജ്, പി എൻ രാജു, സനൂപ് പുതുപ്പറമ്പിൽ തുടങ്ങിയവർ ഭവന സന്ദർശന വേളയിൽ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.